ഹലോ, ഇന്ന് നമുക്ക് അരിയും വെച്ചതും ഏത്തപ്പഴവും വെച്ച് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അതിന് ആദ്യമായിട്ട് നമുക്ക് അരി വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് അരി വറുത്തെടുക്കണം. വറുത്തിട്ട് പൊടിക്കണം. അരി വറുത്ത് തുടങ്ങിയിട്ടുണ്ട്, പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാ അരിയും നന്നായിട്ട് വറുത്ത് കിട്ടണം. ഇത് കഴുകിയിട്ട് വേണം വറുക്കാനായിട്ട്. അങ്ങനെ ഇതൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നു. 4 മണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഈ അരിയുടെ കൂടെ കുറച്ച് കുട്ടി തീരാറാകുന്നത്. അപ്പോൾ കുറച്ച് ജീരകവും കൂടി നമുക്ക് അതിലിട്ട് കൊടുക്കാം. അങ്ങനെ അരിയെല്ലാം നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കിസ്മിസ് വറുത്തെടുക്കാം. നമുക്ക് കപ്പലണ്ടി ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് കിസ്മിസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കിസ്മിസ് വറുത്തെടുക്കാം. നേരത്തെ കുറച്ച് ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിരുന്ന് അത് നെയ്യിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് നെയ്യിൽ പെട്ടെന്ന് വേഗം ഇതിലൂടെ കുറച്ച് ശർക്കര നമുക്ക് ചേർക്കണേ. നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കണേ. ഈ പൊടിച്ച ശർക്കര എടുത്തിട്ട് അതാണ് ആ പൊടിയാണ് ഞാൻ മാറ്റിയത്. കല്ലും ഒന്നും കാണില്ല. അതിലേക്ക് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായിരിക്കും. മധുരം ഉണ്ടല്ലോ, അത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നന്നായിട്ട് വിളയാം. സമയം ചൂട് പോയോ നോക്കാം. നമുക്ക് ഒരു മിക്സിയിൽ ഈ അരി പൊടിച്ചുകൊണ്ട് വരും. വറുത്ത് വെച്ചിരിക്കുന്ന അരിയില്ലേ, അത് നമുക്ക് പൊടിച്ചിട്ട് അരി അങ്ങനെ എല്ലാം പൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി നമുക്ക് നന്നായിട്ട് നല്ലോണം നല്ല പഴുത്ത ഏത്തക്കയായി. ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് ഏലക്കപ്പൊടി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എടുക്കുന്ന ഏലക്കായാണ്.
പൊടിക്കുന്ന അരിയിലെയോ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, അതുകൊണ്ട് അരിപ്പൊടിയല്ല, അരി വറുത്ത് പൊടിച്ചത്, അത് നമുക്ക് കുറേശ്ശെ ഇട്ട് ഇളക്കുക. മിക്സ് ചെയ്ത് ശർക്കരയ്ക്ക് ഉപ്പിച്ചിരി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാത്ത. വേണ്ടവർക്ക് ഇച്ചിരി ഉപ്പിടാതെ നമുക്ക് അരിപ്പൊടി അരി വറുത്ത പൊടി വാരിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. പണ്ടൊക്കെ അമ്മമാര് നമുക്ക് അരി വറുത്ത് ശർക്കരയും തേങ്ങയും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് വറുത്തിട്ട് ഉരുട്ടി തരത്തില്ലായിരുന്നു. അതുപോലെയാണ് ഒന്നും അമ്മ ഇതായിട്ടില്ലല്ലോ. അപ്പം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒക്കെ അമ്മയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. ഓക്കെ, ഇനി ഇതിൻ്റെ ചൂട് പോകട്ടെ. ചൂട് പോയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ നിർത്താം. ഇനി ചൂട് പോയി കഴിഞ്ഞിട്ട് ഉണ്ടയായിട്ടെടുക്കാം. ഓക്കെ, ചെറിയ ചൂടോടെ വേണം ഇത് പിടിക്കാൻ. തണുത്ത് കഴിഞ്ഞാൽ പാടായത് പിടിക്കാനായിട്ട്. അവലോസുണ്ടയൊക്കെ പിടിക്കല്ലേ ചെറിയ ചൂടോട് കൂടി എന്ന് പറഞ്ഞ പോലെ വേണം ഇത് പിടിക്കാൻ. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ഇല്ല, അതും കൂടി ഇതിനകത്തോട്ട് ഇടുക. ഇളക്കി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് പിടിക്കാം. ഇങ്ങനെ ഉരുട്ടി വെക്കുക. അങ്ങനെ ഇത് എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കണം. ഈ അരിപ്പൊടിയിൽ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് അരിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായത്. ഇനി ഒന്ന് കൈ വാഷ് ചെയ്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ മുഴുവൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു, ഉരുള പിടിച്ച് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ പേര്. എന്താന്ന് ഞാൻ തന്നെ ഇട്ടിട്ടില്ല കേട്ടോ, നിങ്ങൾ ഇട്ടു എന്താന്ന് വെച്ചാൽ പേര്. ഇത് വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഇത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക്സ്.